السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ-ബഖറ അതിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് അത് 281 ആയത്താണ്. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا എന്ന ആയത്താണ് അവസാനം ഇറങ്ങിയത് എന്ന് ഒരഭിപ്രായം. എന്നാൽ അത് അറഫയിൽ ആണ് അവതരിച്ചത്. അതിനും ശേഷമാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നെ 81 ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞ് വഫാത്തായി. അപ്പോൾ ഈ ആയത്തിനെ സംബന്ധിച്ച് ആയത്തു ലിബ യുടെയും ആയത്തു ദൈനിന്റെയും ഇടയിലാണ് ഇത് വെക്കേണ്ടത് എന്ന് വിശ്വാസം പറഞ്ഞതായ ഹദീസിൽ കാണാൻ പറ്റും. ആയത്തു ലിബ എന്ന് പറഞ്ഞാൽ പലിശയെ സംബന്ധിക്കുന്ന ആയത്താണ്. ആയത്തു ദൈൻ എന്ന് പറയുന്നത് കടവുമായി ബന്ധപ്പെട്ട ഇനി പറയാൻ പോകുന്ന 282 ആയത്താണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ഏറ്റവും വലിയ ആയത്താണ് ആയത്തു ദൈൻ. ആദ്യമായി ഇറങ്ങിയത് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്താണ്. അവസാനം ഇറങ്ങിയ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന ആയത്താണ്. ആദ്യമായി ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഏറ്റവും അവസാനം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൻ നസ്റാണ്. അപ്പോ ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്തും ആദ്യമായിട്ട് ഇറങ്ങിയ സൂറത്തും തമ്മിൽ വ്യത്യാസം. കാരണം ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത് ആണ്. പക്ഷെ സൂറത്തുൽ അലഖ് എന്ന് പറയുന്ന സൂറത്തിന്റെ ആദ്യ ഭാഗമാണ് ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത്. അതേ സമയത്ത് മുഴുവൻ ഒരു സൂറത്ത് എന്ന നിലയിൽ, ഒരു അധ്യായം എന്ന നിലയിൽ ആദ്യമായി ഇറങ്ങിയത് അൽ ഫാത്തിഹയാണ്. അതേപോലെ അവസാനം ഇറങ്ങിയ ആയത്താണ് ഈ പറയുന്നത്. എന്നാൽ അവസാനം ഒരു അധ്യായം മുഴുവനായിട്ടും ഇറങ്ങിയിട്ടുള്ളത് ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ. സൂറത്തുകൾ എപ്പോഴാണ് ഇറങ്ങിയത്, ആയത്തുകളൊക്കെ എപ്പോഴാണ് ഇറങ്ങിയത് എന്നതൊക്കെ പ്രാധാന്യമുള്ള കാര്യമാണ്. എപ്പോ ഇറങ്ങിയാലും ഇത് ആയത്തല്ലേ എന്ന് ചോദിക്കും. കാരണം പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ
അത് ഓതാനും പുണ്യം നേടാനും മാത്രമുള്ളതല്ല, അതിൽ നിന്ന് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ വിധിവിലക്കുകൾ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ വിധിവിലക്കുകൾ കണ്ടെത്തുമ്പോൾ ഏതേത് സമയത്താണ് ഓരോ കൽപ്പനകളും നിരോധങ്ങളും ഇറങ്ങിയത് എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോ ആയത്തുകൾ ഇറങ്ങിയതിന്റെ സമയം, ആയത്തുകൾ ഇറങ്ങിയതിന്റെ കാരണം എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ്. ഇനി നമുക്ക് വാക്കത്വത്തിലേക്ക് പോയതിനു ശേഷം ബാക്കി പറയാം. അവൻ ആണെങ്കിൽ എന്ന് പറയുന്നത് പ്രയാസം. അല്ലെ, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. ഉസ്ര എന്ന് പറഞ്ഞാൽ പ്രയാസം. വഇൻ കാന ദൂ ഉസ്രത്തിൻ, ബുദ്ധിമുട്ട് പ്രയാസമുള്ളവൻ ആണെങ്കിൽ ഫനദിറ, അപ്പോൾ നദിറ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. ഇലാ മൈസറത്തിൻ, ആശ്വാസ സമയം വരെ. മൈസറ, യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പം, എളുപ്പമാകുന്നത് വരെ, ആശ്വാസം കിട്ടുന്നത് വരെ കാത്തിരിക്കണം. അതേസമയം നിങ്ങൾ സദഖ ചെയ്യുക എന്നതാണ് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നല്ലത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ എന്നാണ്. ഇനി ആ പറഞ്ഞ പ്രസ്തുത ആയത്ത്, അവസാനത്തെ ആയത്ത്, വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. വത്തഖുല്ലാഹ്, അള്ളാഹുവിനോട് ചേർത്താണ് പറയുന്നതെങ്കിൽ നിങ്ങൾ സൂക്ഷ്മത, അള്ളാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് സൂക്ഷ്മത പാലിക്കുക, തഖ്വയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലായി. പക്ഷെ മറ്റെന്തിനോടെങ്കിലുമാണ് പറയുന്നതെങ്കിൽ അവിടെയും സൂക്ഷിക്കാൻ തന്നെയാണ്. പക്ഷെ നേരത്തെ സൂക്ഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ജാഗ്രത കാണിക്കുക. യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി, റജഅ മടങ്ങി, തുർജഊന ഫീഹി, അന്ന് നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ മടങ്ങുകയല്ല ചെയ്യുക, നിങ്ങൾ മടക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളെ അള്ളാഹു മടക്കും. അള്ളാഹുവിലേക്ക് മടക്കും. സുമ്മ, പിന്നീട് തുവഫാ, പൂർണ്ണമായിട്ടും നൽകും. കുല്ലു നഫ്സിൻ, എല്ലാ ഓരോരുത്തർക്കും, മാ കസബത്, അവൻ പ്രവർത്തിച്ചത്, സമ്പാദിച്ചത്. വഹും, അവർ, ലാ യുലമൂൻ, അനീതിക്ക് വിധേയരാവുകയേയില്ല. ഇതാണ് എന്റെ വാക്ക്. നേരത്തെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനൽ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. ദ ലാസ്റ്റ് ഓർഡർ ഏത് വിഷയത്തിൽ? പലിശയുടെ വിഷയം. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, പലിശ ഇനത്തിൽ ബാക്കിയുള്ളത് ഉപേക്ഷിക്കുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. കർശനമായിട്ടും പലിശ നിരോധിച്ചു. അഥവാ ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ അറിയുക, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള യുദ്ധപ്രഖ്യാപനത്തെ കുറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ, പലർക്കും നിങ്ങൾക്കുണ്ട്, അംവാലിക്കും, നിങ്ങളുടെ മൂലധനം, ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ, നിങ്ങൾ എന്ത് ചെയ്യൂല, ദ്രോഹിക്കുകയും ചെയ്യരുത്, ദ്രോഹിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ആ മൂലധനം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. പലിശ എന്ന് പറയുന്നത് പൂർണ്ണമായും നിരോധിച്ചപ്പോൾ നിങ്ങൾക്ക് ആ മൂലധനം തിരിച്ചു വാങ്ങാം
എന്ന് പറയുകയും ചെയ്തപ്പോൾ, എന്നാ പിന്നെ ഈ പലിശ നിരോധിച്ചതുപോലെ തന്നെ അതിന്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ്, അതിന്റെ ഒരു അവസാന സമയം ഇനിയിപ്പോ വാങ്ങാൻ പാടില്ലല്ലോ. എന്നാൽ അതേപോലെ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ ആ മൂലധനം തിരിച്ചെടുക്കണം എന്ന് കൽപ്പനയില്ല. പലിശ ഒന്ന് മുതൽ റദ്ദാക്കി. ഇനി ആ കണക്കിൽ പലിശ ഉണ്ടാവില്ല എന്നുള്ളത്. ആ മൂലധനം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ തന്നെ അന്ന് തന്നെ തിരിച്ചെടുക്കണമെന്നില്ല. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സാവകാശം എടുക്കാം. ഇനി അധമർണർ, അധമർണർ എന്ന് പറഞ്ഞാല് ഉത്തമർണറും അധമർണറും ആരാ? ഉത്തമർണർ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആൾക്കാരാണ്. കടം കൊടുക്കുന്നവനെ ഉത്തമർണൻ എന്നാണ് പറയുന്നത്. അധമർണൻ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന, കടം വാങ്ങുന്ന ആളാണ്. ആ വാക്കിൽ തന്നെ എന്തുണ്ട്? ഇങ്ങനെ വാങ്ങുന്നത് എന്തല്ല, അധമം എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ്. അത് മേലെയുള്ള കൈയും താഴെയുള്ള കൈയും എന്നുള്ളതാണ്. കൊടുക്കുന്നത് മേലെ ആയിരിക്കും, വാങ്ങുന്നത് താഴെ ആയിരിക്കും. ആരെങ്കിലും ഇങ്ങനെ കൊടുക്കുവോ? ഇല്ല, ഇങ്ങനെ തന്നെ കൊടുക്കുക. വാങ്ങുമ്പോ ഇങ്ങനെ. അപ്പൊ എന്താ ഇപ്പൊ കടം വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന ലോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതന്നെ. അപ്പൊ എന്തിനാ എനിക്ക് എന്നാലും ഏതായാലും കിട്ടുമല്ലേ, എന്നാ വാങ്ങാം എന്ന നിലക്ക്. അങ്ങനെയൊന്നും കടം വാങ്ങാൻ പാടില്ല. കടം എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിൽ ദൈൻ എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. രക്തസാക്ഷിയുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, ഇല്ലദ്ദൈൻ, കടമൊഴികെ എന്നാണ്. എല്ലാം പൊറുക്കപ്പെടുന്ന സമയത്തും കടം ഉണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടും. ഇത് പലിശ ഉള്ള കടത്തിനെ പറ്റിയല്ല കേട്ടോ, പലിശ ഒന്നും ഇല്ലാത്ത കടം തന്നെ അങ്ങനെയാണ്. അപ്പോൾ കടം വാങ്ങാൻ മുതിരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആലോചിച്ചിട്ടേ കടം വാങ്ങാൻ പാടുള്ളൂ. അപ്പൊ കടം വാങ്ങുകയാണോ വേണ്ടത്, അല്ലാതെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അല്ലാതെ പരിഹരിക്കുകയാണ് വേണ്ടത്. അടാ എനിക്ക് എന്തോ ഒരു ലോൺ എടുത്തുകൂടാനോ എന്ന് ചോദിക്കരുത്. നമ്മൾ ചോദിക്കാനും പാടില്ല. എനിക്ക് അവനോട് കടം വാങ്ങിയാൽ പോരെ, ഇത്ര സിമ്പിളായിട്ട് പറയാൻ പാടില്ല. അപ്പൊ കമ്പനികളൊക്കെ പിന്നെ കൺസൾട്ടൻസിനെ വെക്കും. എന്തിനാന്ന് വെച്ചാൽ വരവും ചെലവും തമ്മിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ ആണ് വെക്കുക, അധികവും വെക്കുക. അപ്പൊ അങ്ങനെ വെച്ചാൽ അവര് കാര്യപ്പെട്ട എടുക്കണ പണി എന്താന്ന് വെച്ചാൽ വരുമാനം വർദ്ധിപ്പിക്കണം. വരുമാനം വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി കൂടുതൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേറെന്തോ ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ചെലവ് കുറയ്ക്കുക എന്നുള്ളത്. കോസ്റ്റ് കൺട്രോൾ വളരെ പ്രധാനമാണ്. എല്ലാ ബിസിനസ് സംരംഭങ്ങളും ചെയ്യുന്ന ഒരു പണിയാണ്. അതെങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അതെങ്ങനെയെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം വേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരതിന് വന്നിട്ട് മൊത്തം കണക്കൊക്കെ നോക്കി, ഇന്ന വകയിൽ വരവ്, ഇന്ന വകയിൽ ചെലവ്, ഇത്ര ശമ്പളം കൊടുക്കുന്നു, ഇത്ര വാടക കൊടുക്കുന്നു, ഇത്ര സ്ഥാപനങ്ങൾ, മൊത്തം കണക്കെടുത്തിട്ട് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് പല കമ്പനികളിലും, നമ്മൾ ഗൾഫിലൊക്കെ പോയ ആൾക്കാർ പണി പോയി എന്നൊക്കെ പറയണത് എന്താന്ന് വെച്ചാൽ ആ കമ്പനിക്കാരോട് ഈ കൺസൾട്ടൻസി പറയണ്ട ഇത്ര ശതമാനം ജോലിക്കാർ അധികമാണ്, നിങ്ങളത് കുറയ്ക്കണം. അപ്പൊ അവര് കുറയ്ക്കും. അപ്പൊ നമുക്ക് പണി പോകും. പക്ഷെ നമുക്ക് പണി പോയാലും ആ സ്ഥാപനം എന്താവും? അവിടെ നിലനിൽക്കും. അപ്പോ പലതരം ചോർച്ചകൾ ഉണ്ടാവും. ഒരു ചെറിയ കട, ഒരു ചെറിയ സ്റ്റേഷനറി കട മുതൽ വലിയ കമ്പനികൾ വരെ ഉള്ളൊരു സംഭവം. അത് പല ചോർച്ചകൾ ഉണ്ടാവും. ആ ചോർച്ചകൾ അടയ്ക്കണം. അതാണ് മുഖ്യമായും ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെയാണ് നഷ്ടത്തിലാകുന്ന സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ചിലപ്പോൾ സ്റ്റാഫിനെ കുറയ്ക്കേണ്ടി വരും, ചില ബ്രാഞ്ച് പൂട്ടേണ്ടി വരും, മനസ്സിലായോ? അതല്ലെങ്കിൽ ചില വേറെ ചെലവുകളൊക്കെ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പൊ സർക്കാർ ഡെയിലി വേജസിന് ആളെ വെക്കും. അതെന്താന്ന് വെച്ചാൽ വേറെ ആനുകൂല്യമൊന്നും
കൊടുക്കാതെ എടുത്ത പണിക്ക് പൈസ കൊടുത്ത് പോവാ. അങ്ങനെ ഇത് യഥാർത്ഥത്തില് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും നടക്കേണ്ടതായ കാര്യമാണ്. വ്യക്തി ജീവിതത്തിൽ ആ ഒരു സാമ്പത്തിക അച്ചടക്കം കാണിച്ചാൽ പലപ്പോഴും നമ്മൾ കടം വാങ്ങേണ്ടതായി വരില്ല. അപ്പൊ അതിനെന്തുവാണെന്ന് ചോദിച്ചാൽ കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കണം. എത്രയാണ് വരവ്, ബാപ്പക്ക് എത്രയാണ്, മക്കൾക്ക് എത്രയാണ്, പറമ്പിന്ന് എത്രയാണ്, വാടക എത്രയാണ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വരവുകൾ ഇത്രയാണ്, ചെലവ് എത്രയാണ്. അപ്പൊ ചെലവ് എഴുതി വെക്കുക. ചെലവ് എഴുതി വെക്കുമ്പോ ഓരോ ഇനവും തിരിച്ചെഴുതി വെക്കുമ്പോ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ എഴുതാൻ പണ്ടത്തെ മാതിരി വലിയ നോട്ട്ബുക്കും പെണ്ണൊന്നും വേണ്ട. ഡെയിലി എക്സ്പെൻസ് മാനേജർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അങ്ങനത്തെ ഒന്നൊന്നല്ല, അങ്ങനത്തെ കുറെ ആപ്പുകളുണ്ട്. ആദ്യം ഒന്ന് ഫോണിലുണ്ടായാൽ മതി. മീൻ വാങ്ങുമ്പോ അത് അതിൻ്റെ അകത്ത് എഴുതി വെക്കുക. മീനിന്ന് എഴുതിയിട്ട് എഴുതി വെക്കണം. വെറുതെ ചാവടിക്കാൻ കയറുമ്പോ, ചെങ്ങന്മാരൊപ്പരം ചാവടിക്കാൻ കയറുമ്പോ, ബേക്കറി സാധനങ്ങൾ വാങ്ങുമ്പോ, മരുന്ന് വാങ്ങുമ്പോ ഇനം തിരിച്ച് എഴുതി വെച്ചാൽ അതിൽ മാസത്തിൽ നമുക്ക് മൊത്തം ടോട്ടൽ കിട്ടും. ബേക്കറി ഇനത്തിൽ എത്ര രൂപ, മരുന്നിന് എത്ര രൂപ, സൽക്കരിച്ചത് എത്ര രൂപ, ഓട്ടോറിക്ഷ കയറിയത് എത്ര രൂപ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, അതിൽ ഇത്ര രൂപ കുറയ്ക്കാവുന്നതാണ് എന്ന് മനസ്സിലാവും. മറ്റേ മനസ്സിലാവില്ല. ഒരു വഴിക്ക് ഇങ്ങനെ വരുന്ന, ഒരു വഴിക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇത്ര രൂപ കുറയ്ക്കാവുന്നതാണ് എന്ന് മനസ്സിലാവും. കാരണം എന്താ, അടിയന്തരം ആയിട്ട് അത്യാവശ്യമുണ്ട്, ആവശ്യമുണ്ട്, അനാവശ്യമുണ്ട്. അപ്പൊ വരുമാനം കുറയുമ്പോൾ അനാവശ്യം പിന്നെ എന്തായാലും കട്ട് ചെയ്യണം. വരുമാനം കുറയുന്നതിനനുസരിച്ച് ചില ആവശ്യങ്ങളും കുറയ്ക്കണം. അത്യാവശ്യത്തിലേക്ക് മാത്രം വരേണ്ടി വരും. അങ്ങനെ വന്നാൽ നമുക്ക് പലവിധ കടങ്ങളും വേണ്ടെന്ന് വെക്കാൻ പറ്റും. ഇതെല്ലാം കഴിച്ചിട്ടും കടം വാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകാം. ഇപ്പോ രോഗം വന്നു, ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി ഇപ്പൊ വരാൻ പറ്റൂല, എനിക്ക് വരുമാനം കുറവുള്ള സമയമാണ് എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു കാക്കട്ടെ. ഇപ്പൊ പല സ്ഥലത്തും അതുണ്ട്. ഇപ്പൊ രോഗങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അപകടങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുളിമുറിയിൽ വീണു, ഇപ്പം വീഴുതേനും, ഞാൻ സ്റ്റേബിൾ ആയിട്ട് വീണാൽ മതി എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ സംഭവിക്കുന്ന. അപ്പോ അതൊരു പരീക്ഷണമാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിലും ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താ അത്? എന്റെ കുളിമുറിയിലുള്ളത് അവായിച്ചിരിപ്പാണെന്ന് എനിക്ക് ആദ്യം അറിയാലോ. അപ്പൊ വീഴാനൊരു സാധ്യത കണ്ടുകൊണ്ട് സൗകര്യവും സുഖവും ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മറ്റേതും വരാനുണ്ട് എന്ന വിചാരത്തിൽ മുന്നോട്ട് പോകണം. അതാണ്, അത് സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഒരു ഭാഗമാണ്. ഇപ്പം വരുമാനത്തിലുണ്ട് എന്നാ ഞാൻ അതങ്ങോട്ട് എന്ന് വിചാരിക്കാതെ ഇതെന്ത് ചെയ്യാം, ഏതോ നിലക്ക് നിന്നു പോകാം. മോനിങ്ങനെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ അയക്കുന്നുണ്ട്, പക്ഷെ ആ അയക്കല് നിന്നു പോകാം. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഉമ്മക്ക് സർപ്രൈസ് തന്നുകൊണ്ട് മകൻ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാം. അപ്പൊ ഒരു വാക്ക് പറയാതോ വന്ന് സർപ്രൈസിന് ഭയങ്കര സന്തോഷം. എത്ര പേരുണ്ടാവും? വൈകുന്നേരം വരെ ഉണ്ടാവും. കാരണം അമ്മ അതിന് വരവാ വന്നത് വൈകുന്നേരമാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ ഒരു കരുതൽ ഉണ്ടാവണം. ഇങ്ങനെ ഒരു സാമ്പത്തിക അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ ഈ പറയുന്ന ഗുരുതരമായ കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ സാധ്യമാകുമെന്ന് നമ്മളോടും നമ്മുടെ ചുറ്റുപാടുള്ളവരോടും പറഞ്ഞു കൊടുക്കുക. ഇനി ഒരാൾ അങ്ങനെയൊക്കെ ആയാലും ബുദ്ധിമുട്ടാവാം, അവ കടം വാങ്ങേണ്ടി വന്നേക്കാം. നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ കടം വാങ്ങുക എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു. അതൊരു നിവൃത്തികേടുള്ളപ്പോഴുള്ള അനുവാദം മാത്രമാണ്. ഓരോന്നിനും ഇസ്ലാമിൽ ഓരോ വിധി ഉണ്ടാകും. ഒന്നുകിൽ ഹലാലായിരിക്കും, അല്ലെങ്കിൽ ഹറാമായിരിക്കും, അല്ലെങ്കിൽ അനുവദനീയം ആയിരിക്കും, അല്ലെങ്കിൽ വാജിബായിരിക്കും, അല്ലെങ്കിൽ സുന്നത്തായിരിക്കും, അല്ലെ? അങ്ങനെ പലതും ഇല്ലേ, കറാഹത്തായിരിക്കും, അങ്ങനെ പലതും ഉണ്ട്. ഇതില് കടം വാങ്ങുക എന്നത് അനിവാര്യ ഘട്ടത്തിൽ അനുവദനീയമായ ഒരു കാര്യമാണ്. അത്രേ ഉള്ളൂ. കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ പുണ്യകരമായ കാര്യമാണ്.
കടം കൊടുക്കുക എന്ന്. പക്ഷേ കടം കൊടുക്കുക എന്നത് പുണ്യമാണ്. ആ പുണ്യം കിട്ടാൻ വേണ്ടി കണ്ടമാൻ ആൾക്കാരെ കടം വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ചില പുണ്യങ്ങൾ അങ്ങനെ ഉണ്ട്. ഏതുപോലെ യാചന ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. യാചിച്ചു വരുന്നവൻ എന്തെങ്കിലും കൊടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് പുണ്യം കിട്ടണമെങ്കിൽ ഈ ഇറക്കണവനാവണം എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. അതുപോലെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഇരന്ന് നടക്കുക എന്നത് നിഷിദ്ധമായ കാര്യമാണ്. പക്ഷേ ഒരാൾ അത്രത്തോളം ആയിക്കഴിഞ്ഞാൽ വേറെന്ത് ചെയ്യും? അങ്ങനെ വരുന്ന ഒരാൾക്ക് കൊടുക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. അപ്പൊ കടം എന്ന് പറയുന്നതിനോടുള്ള വമ്പിച്ച രീതിയിലുള്ള ഗൗരവം നമുക്ക് മനസ്സിലാവണം എന്നർത്ഥം. ഇനി അഥവാ അങ്ങനെ കടം വാങ്ങി ഒരു കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു, ഈ കടം എനിക്ക് വീട്ടാൻ പറ്റും, അപ്പൊ വീട്ടാൻ പറ്റും എന്നുള്ളവരെ വാങ്ങാവൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം കണ്ടുവെക്കണം എന്നർത്ഥം. പക്ഷെ ഇപ്പൊ ലോൺ എടുക്കണവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങളെ സാലറി സർട്ടിഫിക്കറ്റിന് വരുന്ന ആൾക്കാരുണ്ടാവും, ആദായത്തിന് വരുന്നവരുണ്ടാവും, പണ്ടം ചോദിച്ചു വരുന്നവരുണ്ടാവും, അല്ലെ? ഇപ്രാവശ്യം ഏതായാലും നിങ്ങൾ ഹജ്ജ് മുടങ്ങിയില്ല, അടുത്തല്ലോ പോവുള്ളൂ, എന്നാ പൈസ നിക്കി ഞാൻ 5 മാസം കൊണ്ട് തിരിച്ചുതരാം, അടുത്ത ഹജ്ജിന് പൈസ കൊടുക്കാനാവുമ്പോഴേക്ക് നിങ്ങൾക്ക് തിരിച്ചുതരാന്ന് പറയുമ്പോ ഈ മനുഷ്യനെ സംബന്ധിച്ച് അത് വേറെ ഒന്നും ചെലവാക്കാത്ത പൈസയാണ്, ഹജ്ജിന് തന്നെ വെച്ചതാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് കൊടുത്തതൊക്കെ ആയിരിക്കും. പക്ഷേ അയാൾക്ക് തിരിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല. പറ്റിച്ചിട്ടല്ല, വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ല, ശ്രമിക്കാത്തത് കൊണ്ടല്ല. ഒരു സ്ഥലം കച്ചവടമായിരുന്നു, അഡ്വാൻസ് വാങ്ങിയിരുന്നു, 3 മാസം കൊണ്ട് മുഴുവൻ പൈസയും കിട്ടും, രജിസ്ട്രേഷൻ നടക്കുമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല എന്ന് വിചാരിച്ചോളൂ, എന്ത് ചെയ്യും? അപ്പൊ അധമർണനായ ആൾക്ക് എന്ത് സംഭവിച്ചു? ഞെരുക്കമുണ്ടായി, പ്രയാസമുണ്ടായി. ഉത്തമർണരായ ആൾ ചെയ്യേണ്ടത് അവർക്ക് അല്പം അവധി കൊടുക്കലാണ്, കഴിയുമെങ്കിൽ. പക്ഷെ കഴിയണമെങ്കിൽ ഇയാൾ എന്തായിരിക്കണം? പൈസ ഉള്ളവനായിരിക്കണം. പൈസ ഉള്ളവൻ മാത്രമല്ല കടം കൊടുക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടുണ്ടാക്കാൻ വെച്ച പൈസയാണ്, മറ്റവനെ ഇത്രയും കഷ്ടപ്പാട് കണ്ടപ്പം പറഞ്ഞെന്ത്, ഞാൻ കല്ലിനെ ഏൽപ്പിച്ചു, വരുമ്പോഴത്തേക്ക് തരണം കേട്ടോ. ആ പൈസ എടുത്തു കൊടുത്ത് കല്ല് ഇവിടെ വന്ന് നിൽക്കാന്നല്ലാണ്ട് മറ്റേ പൈസ ഇട്ടണ്ടേ? സംഭവിക്കാം. അങ്ങനെയുള്ള ഒരാളോട് അള്ളാഹു പറയാണ് നിങ്ങൾ മറ്റോക്ക് എന്ത് ചെയ്യണോ? അതല്ല പറയണേ. കാരണം അത് ഇയാൾ സമ്പന്നനല്ല. പക്ഷെ ഇയാൾക്ക് കഴിയുമെങ്കിൽ, അങ്ങനെ നീട്ടിക്കൊടുക്കാൻ സാധ്യമാണെങ്കിൽ അങ്ങനെ നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് ഉത്തമമായ ഒരു കാര്യമാണ്. ഇനി അയാൾ അങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ വലിയ പ്രയാസത്തിലാണ്, ഞെരുക്കത്തിലാണ്, എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട്. അത് എപ്പോഴാ പറയേണ്ടതെന്ന് അറിയാമോ? കൊടുക്കാന്ന് പറഞ്ഞ തീയതിന്റെ മുന്നെയാണ് പറയേണ്ടത്. 10-ാം തീയതി തരും എന്ന് പറഞ്ഞിട്ട് ഇവൻ 10-ാം തീയതി 11-ാം തീയതി 12-ആയിട്ട് കാണാണ്ട് വിളിച്ചു നോക്കുമ്പോ അല്ല പറയേണ്ടത്. 10-ാം തീയതി കൊടുക്കാനുള്ള ചുരുങ്ങിയ വർഷം 1-ാം തീയതി എങ്കിലും പോയിട്ട് പറയണം. കാരണം മറ്റാൾക്ക് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ. അങ്ങനെ എനിക്ക് തരാൻ കഴിയും തോന്നുന്നില്ല, എന്താ ചെയ്യുക, ഞങ്ങൾ കുറച്ച് അവധി തരണം കേട്ടോ എന്ന് പറഞ്ഞ് വരുന്ന ഒരാളോട് അത് ഈ പ്രശ്നമാക്കുന്നുണ്ടോ, അത് ഇനി എടുത്തോ, ഞാനത് വിട്ടു തന്നിരിക്കുന്നു, എൻ്റെ പ്രയാസമൊക്കെ ഇപ്പൊ എനിക്ക് നല്ലോണം അറിയാം, എൻ്റെ അടുത്താണെങ്കിൽ ഇപ്പൊ അൽഹംദുലില്ലാ ഈ പൈസ കിട്ടിയിട്ട് തന്നെ പോണമെന്നൊന്നുമില്ല, പൈസ കിട്ടാൻ ആവശ്യമൊക്കെ ഉണ്ട്, പക്ഷെ സാരല്ല, നീ എടുത്തോ എന്നാണ് പറയുന്നതെങ്കിൽ അത് സദഖയാണ്. ഖൈറുൻ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അതാണ്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഉത്തമർണർക്കാണോ അധമർണർക്കാണോ? ഉത്തമർണർക്ക് ഉത്തമമാണ്. നോക്കൂ, നിങ്ങൾ ഭൗതികമായി നോക്കുമ്പോൾ കടം വാങ്ങിയവനാണ് അതുകൊണ്ടുള്ള കൊണ്ടിട്ടുന്നത്, അല്ലേ? കാരണം 50,000 റുപ്യ കൊടുക്കാണ്ട് കഴിച്ചിലായി. പക്ഷേ ഇവിടെ അള്ളാഹു പറയുന്നത് കൊടുക്കാണ്ട് കഴിച്ചലായവനല്ല ഗുണം എന്ന് പറയുന്നത്, കിട്ടാതായ ഒരു മനുഷ്യണ്ടല്ലോ, ഒഴിവായി കൊടുത്തത് കൊണ്ട് ഇയാൾ 50,000 കുറഞ്ഞില്ലേ, അവനെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, പക്ഷെ അത് ഉത്തമമാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ എന്തോ ആണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒഴിവാക്കി കൊടുക്കുന്നതിന്റെ ഗുണമെന്താണ് എന്ന് നിങ്ങൾക്ക് അറിവ് വേണം.
ഞെരുക്കമുള്ള ഒരു മനുഷ്യന് അവൻ തരാനുള്ള പൈസ വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കി കൊടുക്കുന്നത് കൊണ്ട് ഇയാൾക്ക് കിട്ടുന്ന ഫലം എത്രത്തോളം മെച്ചപ്പെട്ടതാണ് എന്നൊരാൾക്ക് മനസ്സിലായാലേ ഉള്ളൂ എന്തുള്ളൂ, അത് ഗുണാണെന്ന് ഒരു മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യാ, ചിലപ്പോ ഒഴിവായി കൊടുക്കൂ, പോട്ടെ വെച്ച് വേണ്ടാവില്ല, മുമ്പിലായാലും വെറുതെ അങ്ങനല്ല വിട്ടുകൊടുക്കുന്നത്. വിട്ടുകൊടുക്കുന്നത് അള്ളാഹുങ്കൽ എനിക്ക് കിട്ടാനുള്ള മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചു, അതുകൊണ്ട് അത് പോയി എന്നല്ല, അത് ധാരാളം ഇരട്ടിയായിട്ട് നേരത്തെ പറഞ്ഞില്ലേ തുടക്കത്തിലെ ഒരു കതിര് അതിനെങ്ങനെ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ കിട്ടും എന്നതാണ്. അപ്പോ ആരും എന്താവാൻ പാടില്ല, പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ പൈസ കൊടുക്കാനുണ്ട്. ആ കൊടുക്കാനുള്ള അധമർണനായ ഒരാൾക്ക് അയാൾ പൈസ കൊടുക്കുന്നില്ല, ഉത്തമർണന് പൈസ കൊടുക്കുന്നില്ല എങ്കിൽ അയാളിൽ നിന്ന് അത് വസൂലാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഭരണകൂടം അത് ചെയ്യണം. പക്ഷേ അവന്റെ നിത്യോപയോഗ സാധനങ്ങളിൽ കൈവെക്കരുത്. ഈ ജപ്തി നിരോധിച്ചിട്ട് ഇപ്പോൾ ഉള്ള കടലാസ് ഉണ്ട്, ഇത് ഇപ്പോഴല്ല കടലാസ്, പണ്ടുള്ള കടലാസാണ്. എന്ത്, ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലുള്ള സംഗതികളിൽ കൈവെക്കരുത് എന്നാണ്. ഒരാൾ നാട്ടുകാരെ മൊത്തം പറ്റിച്ചു നടക്കുന്ന ഒരാളോ ഒരു വഞ്ചകനായ ഒരാളോ പിടികൂടപ്പെട്ടാൽ അയാളെ പറ്റിയല്ല ഈ പറയുന്നത്. ഈ പറയുന്നത് അധമർണനായ ഒരാൾ, കടം വാങ്ങി കുടുങ്ങിപ്പോയ ഒരു മനുഷ്യൻ, അയാൾക്ക് വേറെ എന്തെങ്കിലും വസ്തുവകകൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ആ പണം വസൂലാക്കി ആർക്ക് കൊടുക്കണം, ഇയാൾക്ക് കൊടുക്കണം. അപ്പൊ ആദ്യം തന്നെ ചെയ്യാൻ നല്ലത് എന്താന്ന് വെച്ചാൽ അവധി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, അല്ല അത് വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഹൈർ അതാണ്, വിട്ടുകൊടുക്കുക, അതോടുകൂടി കഴിഞ്ഞ്. അതേ സമയത്ത് അങ്ങനെ കഴിയാത്ത ഒരാളാണ് ഇയാൾക്ക് ആ പൈസ കിട്ടിയിട്ടാണ് സംഗതികൾ നടക്കുള്ളൂ എങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്, അവരിൽ നിന്ന് വാങ്ങാം. പക്ഷെ അവരിൽ നിന്ന് വാങ്ങുമ്പോ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ, ചട്ടിയും കുടുക്കയും എല്ലാം കൂടി എടുത്തു വിൽക്കരുത്, അവരുടെ പണിയായുധങ്ങൾ എടുക്കാൻ പാടില്ല. എന്നാൽ അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ തന്നെ സാധാരണത്തേതിലും മുന്തിയ ഇനമാണെങ്കിൽ അത് വിൽപ്പന നടത്തി ഇയാളുടെ പൈസ കൊടുത്തതിന് ശേഷം സാധാരണ വസ്തുക്കൾ അയാൾക്ക് വാങ്ങിക്കൊടുക്കണം. മനസ്സിലായില്ല? അത്ര ഉള്ളത്. അതായത് ഇപ്പോ ഒരാൾക്ക് ബെൻസ് കാറാണ് ഉള്ളത്, അയാൾ പൈസ കൊടുക്കാണ്ട്. വാഹനം ഒരു മനുഷ്യന്റെ മൗലികമായ അവകാശമാണ്, ഫണ്ടമെന്റൽ നീഡ്സിൽ പെട്ടതാണ് വാഹനം. അപ്പോ പക്ഷെ ബെൻസ് തന്നെ പോണമെന്നില്ലല്ലോ, അത് വാങ്ങി വിറ്റ് എന്നിട്ടൊരു ഡിസയറോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തന്നെ കൂടിപ്പോയാൽ നിങ്ങൾ ചെറുതാക്കി പറയണേ ഒന്ന്, ഞാനത് പെട്ടെന്ന് പറയാൻ കാരണം ഇപ്പൊ അടുത്ത ദിവസം ന്യൂസ് കണ്ടു, പിതാവ് ബെൻസ് വാങ്ങാൻ പറഞ്ഞിട്ട് ഡിസയർ ആണ് വാങ്ങിയത്, മകൻ ജീവനൊടുക്കി. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡിസയർ ഓർമ്മ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത് ബെൻസിനേക്കാളും ചെറുതാണ് ഡിസയർ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പൊ സാധാരണ നിലയിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം മതി. അപ്പൊ ഇയാൾ ബാധ്യതയിൽ നിന്ന് ഒഴിവാകണമല്ലോ. വാക്കിംഗ് സ്റ്റിക്ക്, ഒരാൾക്ക് ഊന്നുവടി വേണം, പക്ഷെ ആ ഊന്നുവടി തന്നെ മറ്റേ എന്താ പറയാ ഇതൊക്കെ ഉണ്ടാക്കി ഭയങ്കര സംഭവമാണ്, അത് വേണ്ട, അത് വിറ്റിട്ട് കടം വീടുക, എന്നിട്ട് ഇയാൾക്കൊരു വടി ഉണ്ടായാൽ നടക്കാലോ. അപ്പൊ മാന്യമായി മാനക്കേടില്ലാത്ത രീതിയിലുള്ളൊരു വടി. ഈ വാക്കിംഗ് സ്റ്റിക്കൊക്കെ നമുക്കിപ്പോ ഒരു ആർഭാടായി തോന്നിയാൽ ഒരു കാലത്ത് അതൊക്കെ എന്തായിരുന്നു, ഒരു സംഗതിയായിരുന്നു. അപ്പൊ ആ സംഗതി എന്ന് പറയുന്നതിന് ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വില കൽപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. അതെ. അപ്പൊ പല്ല്, ടീച്ചർ പറഞ്ഞ വളരെ കറക്റ്റാണ്. സ്വർണത്തിന്റെ പല്ലുണ്ട്, പല്ല് അടിസ്ഥാന ആവശ്യമാണ്, ഇനി സ്വർണത്തിന്റെ തന്നെ വേണ്ടല്ലോ. അപ്പൊ അത് വിറ്റിട്ട് എന്ത് ചെയ്യാ, മറ്റേ പല്ല് വെച്ചു കൊടുക്കുക. അപ്പോ അങ്ങനെയും കഴിയില്ല.
വിൽക്കാനൊന്നുമില്ല, മനുഷ്യന്റെ അടുത്ത് ഒന്നുമില്ല, എന്ത് ചെയ്യും? അവിടെയാണ് സക്കാത്തിന്റെ 8 അവകാശികളിൽ ഒന്ന് ഈ കടബാധിതരാണ്. അപ്പോൾ ബൈത്തുൽ മാലിൽ സക്കാത്ത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തി അയാളുടെ ആവശ്യത്തിന് കടം വാങ്ങി കുടുങ്ങിയപ്പോ ആ കുടുക്ക് ആ വ്യക്തിയിലേക്ക് മാത്രം വെച്ചു കൊടുക്കാതെ അത് മൊത്തം സമൂഹത്തിന്റെ ഒരു പ്രതിസന്ധിയായിട്ട് ഇങ്ങ് സ്വീകരിക്കണം. എന്നിട്ട് പൊതു ഫണ്ട് ബൈത്തുൽ മാൽ, ഈ സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് ആ കടം വീട്ടാൻ ആവശ്യമായത് കൊടുക്കണം എന്നാണ്. ഈ ഉത്തമർണ്ണന് കൊടുക്കണം. അതിന് കുഴപ്പമൊന്നുമില്ല. സക്കാത്തിനെ കുറിച്ച് നമുക്കിടയിൽ രൂപപ്പെട്ടു വന്ന ഒരു പോരായിക എന്താന്ന് ചോദിച്ചാൽ, ഉടമസ്ഥാവകാശം കൈമാറുന്നതിനെയാണ് സക്കാത്ത് എന്ന് പറയുള്ളൂ. അതെ, അതുകൊണ്ട് നമ്മളൊരു സൂക്ഷ്മത എന്നുള്ളവർക്ക് ഇവിടെ കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളുണ്ടല്ലോ, സാധാരണ പൊതുപ്രവർത്തകരായ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് ഒരു ഓട്ടോ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അയാളെ പേരിൽ കൊടുക്കൂല. കാരണം എന്താണ്? അയാളത് വിറ്റ് നാശായി പോണ്ട എന്നുള്ള നല്ല മനസ്സാണ്. പക്ഷെ അതിന് വകുപ്പൊന്നുമില്ല. അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ അയാൾക്ക് കൊടുക്കുക, എന്നിട്ട് അയാളുടെ മോളെ കെട്ടിക്കാനോ അയാളുടെ പെങ്ങൾക്ക് കിഡ്നി രോഗം വന്നപ്പോഴോ അത് വിറ്റാൽ അതിനെ അയാൾ കുറ്റപ്പെടുത്താനൊന്നും പാടില്ല. കാരണം അയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനമാണ് എന്ന് വരണം. അപ്പോഴാണ് സക്കാത്താവുക. മറ്റേത് നല്ല വിചാരമൊക്കെ തന്നെയാണ്. വിചാരം നല്ലതായതുകൊണ്ട് കർമ്മം നന്നായിക്കൊള്ളണമെന്നില്ല. അപ്പോ മിൽക്കിയത്ത് കൈമാറണം, അപ്പോഴാണ് സക്കാത്ത്. അപ്പോ ഈ പറഞ്ഞത് അതിനിപ്പോ ഇവിടെ പറഞ്ഞ്, അപ്പൊ കടം വീട്ടാൻ സക്കാത്തിന്റെ വിഹിതം കൊടുക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞ മാതിരി അംവിഹിതവും നല്ലവർക്ക് കൊണ്ടിറക്കാൻ കഴിയാത്തത്ര ദുർബലനാണെങ്കിൽ അത് എവിടെ കൊടുത്താൽ മതി? വാങ്ങാനുള്ള ആൾക്ക് കൊടുത്താൽ മതി. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ കടം വീട്ടുക എന്ന് പറയുന്ന സംഗതി ചെയ്യാം. ഇനി അങ്ങനെയും ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ, ബൈത്തുൽ മാലിൽ സക്കാത്ത് ഇല്ല, അങ്ങനെയും വരാതെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇയാളെ രക്ഷപ്പെടുത്താം. കാരണം എന്താന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ ആയത്തിൽ അതുണ്ട്, നിങ്ങൾ ആക്രമിക്കാനും പാടില്ല, ആക്രമിക്കപ്പെടാനും പാടില്ല. അപ്പോ കൊടുത്തവനും കുടുങ്ങരുത്, വാങ്ങിയവനും കുടുങ്ങരുത്. ഒരുത്തൻ പൈസ കടം കൊടുത്തിട്ട് ഓനെന്താക്കാനാവും, പാപ്പരായി പോയില്ലേ, അപ്പൊ അതുകൊണ്ട് ഈ അങ്ങ് സഹിച്ചാളാന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിൽ ആർക്കെങ്കിലും കടം കൊടുക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉത്തമർണരായ ആളുകളും കുടുങ്ങിപ്പോകാൻ പാടില്ല എന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അപ്പോ ഒന്നാമത്തെ കാര്യം, കടം വാങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കടം വാങ്ങാതെ എങ്ങനെ കഴിയാം എന്ന് നോക്കണം. അപ്പൊ വീടിന്റെ ടൈലൊട്ടിക്കല് കുറച്ച് കഴിഞ്ഞിട്ട് മതി, ആകെ പൊടിയാണെന്ന്, ആകെ പൊടി ആയിക്കോട്ടെ എന്ന് കുഴപ്പമില്ല. കാരണം ആകെ പൊടിയാവാതിരിക്കാൻ പണ്ട് നമ്മൾ പല പണിയും ചെയ്തിട്ടുണ്ട്. ടൈൽസ് ഒട്ടിച്ചിട്ടല്ലോ, അല്ലാണ്ട് തന്നെ പല ജാതി പണി നമ്മൾ നിലന്തേക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അത് പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കുക, എങ്ങനെയും നിലം സിമെന്റ് ഇടുന്നതിന്റെ മുമ്പേ പൊടിയാവാണ്ടിരിക്കാൻ നിങ്ങൾ ചെയ്തത് വെച്ചാൽ അവർ പറഞ്ഞു തരും. പല പരിപാടികളും. അതേപോലെ നമ്മുടെ വാഹനം നിങ്ങൾക്കറിയോ, നല്ലൊരു വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രയാസമായിക്കോട്ടെ, എന്നാലും കടം വാങ്ങരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്ന് പറയുന്ന പണി വളരെ സജീവമായിട്ട് ചെയ്യുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് ഇമാമുക്കാൻ നേരത്ത് അള്ളാഹ് പറഞ്ഞതാണ്, നിങ്ങൾ ഓൽക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന്. അത്രത്തോളാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞതായിരുന്നു, വാപ്പാക്ക് നിങ്ങൾ മൈതസ്കരിക്കാൻ ഇമാമുക്കണം, വാപ്പ മുനാഫിക്കയിന്. പക്ഷെ ഈ മോനോടുള്ള ഇഷ്ടമുണ്ടല്ലോ. അപ്പൊ റസൂലുള്ള നിസ്കരിക്കാൻ നോക്കുമ്പോ അള്ളാഹ് പറഞ്ഞു, എന്ത്, നിങ്ങളെ ഓൽക്ക് വേണ്ടി തോന്നിട്ട് കാര്യമില്ല. കാരണം റസൂലിനുള്ള സ്ഥാനം വെച്ചിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. നമുക്കിപ്പോ ഒരാൾ മുനാഫിക്കാണല്ലോ ഒന്നും തിരിയൂല. അള്ളാഹ് റസൂലിനെ വഹി മുഖേന മനസ്സിലായ സ്ഥിതിക്കാണ് പറയുന്നത്. പക്ഷേ ഒരാളുടെ മയ്യത്ത് കൊണ്ടുവന്നപ്പോ വിശ്വാസം ചോദിച്ചു, ഇതിന് വല്ല കടമുണ്ടോ എന്ന്. ഉണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങളെ കൂട്ടുകാരന് വേണ്ടി നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് റസൂലിനെ മാറി നിന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മക്ക് നിസ്കരിക്കാം, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞത്. പക്ഷെ റസൂൽ എന്ത് ചെയ്തു? മാറി നിന്നു എന്ന് പറയുന്നത് എത്ര ഗൗരവമാണ്.
അപ്പൊ ഒരാൾ ഏറ്റെടുത്തു, ഞാൻ ഏറ്റു, എന്നാ പിന്നെ കുഴപ്പമില്ല, ഏറ്റല്ലോ. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് അത് പോയല്ലോ എന്നല്ല. പിറ്റേന്ന് കണ്ടോ ചോദിച്ചു, ഞാൻ കടം വീട്ടും? ഇല്ല, വീട്ടാലോ, പെട്ടെന്ന് വീട്ടണം എന്ന് പറഞ്ഞു. പിറ്റേന്ന് കണ്ടോ ചോദിച്ചു, ഞാൻ വീട്ടിയോ? വീട്ടിയതാണ്. ഇപ്പോഴാണ് ഖബറിന്ന് നരകത്തിന്റെ ചൂട് പോയത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്ര ഗൗരവപ്പെട്ട കാര്യമാണ് കടം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുണ്ടല്ലോ, ഇപ്പോൾ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടം വാങ്ങലുകൾ, അതിൽ എത്രമാത്രം പാടുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് നമ്മൾ ആലോചിക്കണം. അപ്പൊ വീട് മോടി കൂട്ടാൻ, കച്ചവടം ഒന്നുകൂടി ഉഷാറാക്കാൻ, വാഹനം ഒന്നുകൂടി മൊഞ്ചാക്കാൻ, കല്യാണം ഒന്നുകൂടി ജോറാക്കാൻ, അല്ലെ, ഇങ്ങനൊക്കെ വേണ്ടി കിട്ടുന്നു എന്നതുകൊണ്ട് മാത്രം വാങ്ങുന്നതുണ്ട്. കാർഷിക ലോൺ എടുത്തിട്ട് ഫ്രിഡ്ജ് വാങ്ങുന്നവരുണ്ട്, മനസ്സിലായില്ലേ? ഹൗസിംഗ് ലോൺ എടുത്തിട്ട് കച്ചവടം തുടങ്ങാൻ കൊടുക്കുന്നവരുണ്ട്, മക്കള് കെട്ടിക്കണവരുണ്ട്. ഇത് പിന്നെ ചിലര് പറയാൻ എന്താ പറയാ, കാർഷിക ലോൺ എങ്ങനെയെങ്കിലും എഴുതി തള്ളിക്കോളൂ എന്നാണ്. വാങ്ങുമ്പോ തന്നെ വിചാരിക്കണം എഴുതി തള്ളിക്കോളൂ എന്നാണ്. അപ്പൊ ഇതൊക്കെ വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ആ ഗൗരവപ്പെട്ട കാര്യമായതിനാലാണ് ഏറ്റവും ഒടുവിലിറങ്ങിയ പരലോകവുമായി ബന്ധപ്പെട്ട ആയത്തിനെ ഇതിന് നടുവിൽ കൊണ്ടുവെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആയത്തു റിബയുടെയും ആയത്തു ദൈനിന്റെയും നടുവിൽ ഈ ആയത്ത് കൊണ്ടുവെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കടം വാങ്ങുന്നിടത്ത് കാണിക്കേണ്ടുന്ന ഗൗരവം അത് പരമാവധി ഒഴിവാക്കുക എന്നതാണ് നല്ലത്. ഒരാൾ തരുന്നു എന്നതുകൊണ്ട് വാങ്ങരുത്. ഒരാൾക്ക് വീട്ടാനുള്ള കടവുമായിട്ട് ഒറ്റ ദിവസം പോലും വൈകിപ്പിക്കരുത്. കുറച്ചതിൻ്റെ കൊടുക്കാം. ഒരാൾ 2 കൊല്ലത്തെ അവധിക്ക് വാങ്ങിയ അതിന്റെ അടുക്ക നമ്മളെ കയ്യിൽ പൈസ കിട്ടി. അപ്പൊ നമ്മളെന്താ വിചാരിക്കുന്നത്? ഓന് 2 കൊല്ലം അവധി ഉണ്ടല്ലോ, നമുക്ക് ഇതങ്ങ് തിരിയ എന്ന് വിചാരിക്കും. ഇത് തിരിയരുത്. കാരണം എന്താണ്? അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം തന്നിരിക്കുകയാണ്. ഒരാൾ സ്വയം തന്നെ ഞെരുക്കത്തിലായിരിക്കെ അയാൾ കടം വാങ്ങുകയാണെങ്കിൽ അത് വീട്ടാൻ അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെ ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുത്തപ്പോ ഇയാൾ എന്ത് വിചാരിക്കുകയാണ്? ഇത് വേറെ തിരിയ, മറ്റേത് ഇനി എന്ത് ചെയ്യാ, പിന്നെ കൊടുക്കുക. എന്നിട്ട് അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസ്ഥയാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ വൈകിക്കരുത്, പെട്ടെന്ന് തന്നെ കൊടുത്തു വീട്ടണം. ഇനി അഥവാ ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയാതെ വന്നാൽ, അയാൾ മരിച്ചു പോയാൽ, അയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് ആ കടം വീട്ടിയതിന് ശേഷമേ മറ്റുള്ളവർക്ക് വീതിക്കാൻ പാടുള്ളൂ. ഇനി മരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് അത് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വന്നാൽ, നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ അയാളുടെ അടുത്ത് വസ്തുവകകൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അത് വിറ്റിട്ട് കൊടുക്കണം. അങ്ങനെ വിറ്റുകൊടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട സൂക്ഷ്മതയാണ് അയാളുടെ നിത്യോപയോഗ സാധനങ്ങളിൽ കൈവെക്കരുത്. അങ്ങനെയും കൈവെക്കാൻ പറ്റുന്ന ഒരു ചാൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അസാധാരണമായ വിലയുള്ള ഒരു സാധനമാണെങ്കിൽ എന്ത് ചെയ്യാം, അത് വിറ്റ് സാധാരണത്തത് വാങ്ങിക്കൊടുക്കാം. അതും കഴിയുന്നില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണം, എന്നിട്ട് അത് വീട്ടണം. സക്കാത്ത് ഫണ്ടും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റിലീഫ് നടത്തിയിട്ട് അയാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. പലപ്പോഴും ഈ പലിശ ന്യായീകരണത്തിന്റെ ആൾക്കാർ പറയാറുണ്ട്, ഇസ്ലാം നിരോധിച്ചത് പണ്ടത്തെ പലിശയാണ്. പണ്ടത്തെ പലിശ എന്ന് പറഞ്ഞാൽ ആവതില്ലാത്ത ഒരുത്തൻ വാങ്ങുന്ന പലിശ മാത്രമാണ് ഇസ്ലാം നിരോധിച്ചത്. ആവതില്ലാത്തവനോട് വാങ്ങുന്ന എന്നാൽ വല്ലാണ്ട് പ്രയാസപ്പെട്ട് ഫക്കീറായി അതിനേക്കാൾ ബുദ്ധിമുട്ടായി അങ്ങനെയുള്ള ഒരാൾ പൈസക്കാരനോട് പോയിട്ട് പൈസ കടം ചോദിച്ച് അന്നേരം വാങ്ങുന്ന പലിശയാണ് ഇസ്ലാം നിരോധിച്ചിട്ടുള്ളൂ. ബിസിനസ് ലോൺ ഇസ്ലാം നിരോധിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഈ ആയത്ത് അതിനെ നിഷേധിക്കുകയാണ്. എന്താ കാര്യം ചോദിച്ചാൽ, അവൻ ക്ഷേമാവസ്ഥയിൽ എത്തുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം എന്നാണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ക്ഷേമാവസ്ഥയിൽ എത്താൻ സാധ്യതയുള്ളവനും എന്ത് ചെയ്യാം? കടം വാങ്ങാം. ഇപ്പൊ ഭക്ഷണം കഴിക്കാനോ ഓപ്പറേഷൻ നടത്താനോ ചികിത്സിക്കാനോ വീടുണ്ടാക്കാനോ ഒന്നല്ല. ഒരാൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ, സാധാരണ ലോണാണ്, പലിശന്റെ വർത്താനല്ല കേട്ടോ, അങ്ങനെ ലോൺ എടുക്കാം. അപ്പൊ ഓൻ എന്ത് ചെയ്യാം? ഓന്റെ അടിസ്ഥാന ആവശ്യത്തിനൊക്കെ പൈസ ഉണ്ടെങ്കിലും കച്ചവടത്തിനാണ് ലോൺ എടുത്തത് എങ്കിൽ അവന് വിചാരിച്ച പോലെ കച്ചവടം
പ്രോഫിറ്റബിൾ ആകുന്നില്ലെങ്കിൽ ആ പ്രോഫിറ്റബിൾ ആകുന്നത് വരെയുള്ള ഒരു അവസരം കൊടുക്കാം. അപ്പൊ പ്രോഫിറ്റബിൾ ആകാൻ സാധ്യതയുള്ള ഒരു കച്ചവടക്കാരനാണല്ലോ ഇവിടെ കടക്കാരൻ. അപ്പൊ ബിസിനസ് ലോണിനും ഇത് ബാധകമാണ്. എല്ലാ കടങ്ങൾക്കും പലിശ എന്ന് പറയുന്ന സംഗതി ബാധകമാണ് എന്നുകൂടി ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പണ്ടത്തെ പലിശ മാത്രമല്ല, ഇപ്പോഴത്തെ പലിശയും ഇതിന് ബാധകമാണ്. ഇതെല്ലാം പലിശ ഇല്ലാത്ത കടത്തെക്കുറിച്ചാണ് കടത്തിന്റെ ഗൗരവം പറഞ്ഞത്. പ്ലസ് പലിശ എന്നും കൂടി വന്നാൽ പിന്നെ അതെന്താവും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ പിന്നെ വേറെ പറയേണ്ടിയില്ല. അങ്ങനെയാണ്. ഇനി അടുത്ത ആയത്താണ് ഞാൻ പറഞ്ഞത് അവസാനത്തെ ആയത്ത് എന്ന് അഭിപ്രായമുള്ള ആയത്ത്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, ജാഗ്രത കാണിക്കുക, യൗമൻ, ഒരു ദിവസത്തെ. ഈ പറഞ്ഞതെല്ലാം നമുക്ക് മനസ്സിലാവാനും ഇതൊക്കെ പ്രാവർത്തികമാകാനും വേണ്ട വിശ്വാസമാണ് ഇനി പറയുന്നത്. നമ്മൾ ഈ പഴുതുകളും ഇളവുകളും അതേപോലെ തന്നെ ഊരിച്ചാടാനുള്ള മാർഗങ്ങളും ഒക്കെ തിരയുന്നത് നമ്മൾ ഇവിടെ സ്ഥിരം ഉണ്ടാവും വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് ആള് മരിക്കുമ്പോ നമ്മൾ പറയാം മനുഷ്യന്മാരെ കഥ എത്ര ഉള്ളൂ എന്നാണ്. അതിൽ ഞാൻ പെടൂല, പറയുന്ന ആള് പെടൂല. ആ ആ ആ ആ ആ കൊടുത്ത ആൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഉത്തമർണനായ ഒരാൾക്ക് എപ്പോഴും അത് എഴുതിത്തള്ളാം. അതാണല്ലോ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഇസ്ലാമാണല്ലോ ഇപ്പൊ പറയുന്നത്. അതായത് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നു കടം, ഉദാഹരണം ഞാൻ ഒന്നും കൊടുത്തില്ല, എനിക്ക് എപ്പോ വേണമെങ്കിലും വേണ്ട നിൽക്കാം. ഏതു ഉത്തമർണനായ ഒരാൾ അധമർണനായ ഒരാളുടെ കടം എപ്പോ എഴുതി തള്ളാലും മരിക്കണമെന്നില്ല. മരിച്ചാലും എഴുതി തള്ളാം, ജീവിച്ചിരിക്കുമ്പോൾ എഴുതി തള്ളാം. അത് ആരായിരിക്കണം? കൊടുത്തവൻ അവന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള പൈസയാണ് അങ്ങനെ ചെയ്യുക. അപ്പൊ സർക്കാർ തീരുമാനിക്കുകയാണ്, സർക്കാർ ഫണ്ട്, നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ മരണപ്പെട്ടാൽ പിന്നെ അയാളുടെ കടം എഴുതി തള്ളാം സർക്കാർ തീരുമാനിക്കാം. എന്താ അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ മരിക്കുമ്പോൾ എഴുതി തള്ളിക്കോളും വിചാരിച്ച് മരിക്കണേ വീട്ടാണ്ടിരിക്കാൻ പാടില്ല. അത് കുറ്റകരമാണ്, അത് കുറ്റകരമാണ്. ഞാന് സൗദി അറേബ്യയിലാണ് ജീവിക്കല്, ഇത്രയും കടം വാങ്ങാം, എന്നിട്ട് അവസാനം മരിക്കുമ്പോ എഴുതി തള്ളിക്കോളും എന്ന് വിചാരിക്കും. എന്തായാലും അപ്പോ അത് അധികാരം ആർക്കുണ്ട്? ഉത്തമർണരായ ആളുകൾക്കുണ്ട്. ശരി, ഇതെല്ലാം നടക്കുക. ഈ ഊരിച്ചാടലും ഇതൊക്കെ കൃത്രിമത്വങ്ങളൊന്നും നടക്കാതിരിക്കണമെങ്കിൽ വത്തഖൂ, നിങ്ങൾ ജാഗ്രത പാലിക്കണം. യൗമൻ, ഒരു ദിവസത്തെ കുറിച്ച്, തുർജഊന ഫീഹി, അന്ന് നിങ്ങൾ മടക്കപ്പെടും ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്തേക്ക്. ഇപ്പൊ നമ്മക്ക് തമ്മിൽ പറയാം, പലതും പറയാം. നമ്മളുടെ ഒഴികഴിവുകൾ പറയാം, എനിക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണെന്ന് പറയാം, അല്ലേ, ഞാൻ അങ്ങനെ കുടുങ്ങിയതുകൊണ്ടാണെന്ന് പറയാം, എല്ലാം പറയാം. പക്ഷെ ഇതൊന്നും ഉള്ളതല്ലാതെ പറയാൻ കഴിയാത്ത, നാവിന് സീല് വെക്കപ്പെടുന്ന, മറ്റ് അവയവങ്ങൾ സംസാരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. മറ്റ് അവയവങ്ങൾ സംസാരിക്കുകയെന്ന് ചോദിക്കും. അതിന് സംസാരിച്ചാല് ഈ നാവ് ഒരു ഇറച്ചി കഷ്ണം തന്നെയല്ലേ, അതിന് സംസാരിക്കുമെങ്കിൽ പിന്നെ കയ്യിലെ വിരലിൽ എന്താ സംസാരിച്ചാല്? അതിലൊരു യുക്തിരാഹിത്യവും ഇല്ല, യുക്തി തന്നെയാണത്. നമ്മളെ ചെറുനാവായാലും മറ്റേ നാവായാലും ഒക്കെ ഇറച്ചി തന്നെയല്ലേ. അപ്പോ അതിന് സംസാരിക്കെങ്കിൽ കൈവരലിൽ സംസാരിക്കാലോ. അള്ളാഹുവിനെ എന്ത് ചെയ്യാ? അതൊന്നൊരു പ്രയാസമുള്ള കാര്യമില്ല. അപ്പോൾ അവയവങ്ങൾ സംസാരിക്കുന്ന, നാവിന് സീല് വെക്കുന്ന, കള്ളം പറയാൻ കഴിയാത്ത ഒരു ദിവസം, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, എന്താണോ ഓരോരുത്തരും പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിന് പൂർണ്ണമായിട്ടും ഉള്ള ഫലം അന്ന് നൽകപ്പെടും. വഹും ലാ യുലമൂൻ, ഒരാളും തന്നെ അനീതിക്കിരയാവുകയില്ല. അപ്പൊ കൊടുത്തതുകൊണ്ടും കുടുങ്ങിപ്പോവില്ല, വാങ്ങിയവന്റെ നിസ്സഹായാവസ്ഥയിൽ അവൻ പെട്ടുപോയതാണെങ്കിൽ അവനും എന്താവൂല, പ്രയാസപ്പെടേണ്ടതില്ല എന്നർത്ഥം.
ഈ ആയത്തിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ, ഒന്ന് നീതിയാണ്. അന്ത്യനാളിൽ അള്ളാഹുവിന്റെ വിചാരണ പൂർണ്ണമായി നീതിപൂർവമായിരിക്കും. മറ്റൊന്ന് സാമ്പത്തിക ഇടപാടുകളിൽ കാണിക്കേണ്ടുന്ന സൂക്ഷ്മതയാണ്. അതുപോലെ തഖ്വ, ഈ ആയത്ത് പലിശയും സാമ്പത്തിക ഇടപാടുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. യൗമൻ തുർജഊന, എന്താണ് സൂക്ഷിക്കേണ്ടത്? മടങ്ങുന്ന ദിവസത്തെ കുറിച്ച്. ഫീഹി ഇലല്ലാഹ്, അള്ളാഹിന്റെ അടുത്തേക്ക്. ഇപ്പൊ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട്, മറ്റൊരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വായ തോന്നിയതൊക്കെ വിളിച്ചു പറയാണ്. പക്ഷെ നിങ്ങൾ കരുതണം, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് തൽക്കാല ആവശ്യത്തിന് പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല. അപ്പൊ നമ്മുടെ വാക്കുകൾക്ക്, കർമ്മങ്ങൾക്ക്, നിലപാടുകൾക്ക്, ഇടപാടുകൾക്ക് എല്ലാം ബാധകമായ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലേക്കും ബാധകമായിട്ടുള്ള ഒരു കൽപ്പനയാണ് അവസാനത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ കർമ്മങ്ങളെയും സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ആപ്തവാക്യം പോലെ എഴുതി മനസ്സിലും ചുമരുമലും ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന സംഗതിയാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അനന്തരാവകാശം ഓരി വെക്കുന്നവരെ, നാളെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്, സൂക്ഷിച്ചോളൂ. മനസ്സിലായോ? കച്ചവടത്തിൽ ഷെയർ വാങ്ങുമ്പോ, കണക്ക് കൂട്ടുമ്പോ തിരിമറി നടത്തുന്നവരുണ്ട്. ആധാരത്തിൽ എന്തെങ്കിലും ഒരു കൊളുത്താട വെച്ചിട്ട് ബാക്കിയാവുന്നവരുണ്ട്. കടം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. പല വിധമുണ്ട്. അപ്പൊ ഏതൊരു ഇടപാടിലും, ഏതൊരു പ്രവർത്തനത്തിലും നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വേറൊന്നും പറയാനില്ല നമുക്ക്. വേറെന്ത് പറയാനാണ്? നമ്മളുടെ കീഴിലുള്ളവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശവും അതാണ്. മോനെ, ഇന്നെ പേടിച്ചിട്ടല്ല നിസ്കരിക്കേണ്ടേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നാളെ നിന്നെയും ബാപ്പനെയും എല്ലാം വിട്ടിട്ട് പോകുന്നൊരു ദിവസം നിനക്ക് വരാനുണ്ട്. ആ ദിവസത്തെയാണ് നീ സൂക്ഷിക്കേണ്ടത്. അപ്പൊ പിന്നെ ഓനെ എവിടേക്കും പറഞ്ഞേക്കാം. ഓൻ എവിടെയാണ് പോയിക്കോട്ടെ, നമുക്കെന്താ. പോകാൻ പറ്റുന്നിടത്തേ ഓൻ പോവും. അല്ലാത്തടത്ത് എത്തുമ്പോൾ ഓൻ ഓർമ്മാവും, ഞാൻ തിരിച്ചു പോകേണ്ടതാണല്ലോ എന്ന് ഓർമ്മാവും. ആ തിരിച്ചുപോക്ക് വളരെ പെട്ടെന്നാണ് സംഭവിക്കുക എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അഹമ്മദാബാദിലെ ഫ്ലൈറ്റ്. അതിങ്ങനെ പൊന്തുന്ന സമയത്ത് സെൽഫി എടുക്കുമ്പോൾ അവര് നനച്ചിട്ടില്ല, അല്ലേ? ആലോചിച്ചു, ഒരു ഫ്ലൈറ്റ് എല്ലാരും കൂടി മരിച്ചു പോവാ. ഒരാള് സാധാരണ ചാടിയവനാ മരിക്കുക. ഒരു ഉയരത്തുനിന്ന് ഒരുത്തൻ ചാടിയാലാണല്ലോ മരിക്കുക. അപ്പൊ അയാള് ചാടി, അങ്ങനെ മരിച്ചിരുന്നല്ലോ. മംഗലാപുരത്തുനിന്ന് ചാടിയോലും മരിച്ചില്ല. അപ്പൊ ഇത് ഇങ്ങനെ. അപ്പൊ അള്ളാഹു നിശ്ചയിക്കുന്നത്, അപ്പൊ അതിൻ്റെ അകത്ത് എന്താണെന്നറിയോ, നമുക്ക് പേടിയല്ല വേണ്ടി, ധൈര്യമാണ് വേണ്ടി. എന്താ കാരണം? അള്ളാഹു തആല നിശ്ചയിക്കുന്ന സമയം ആകുന്നതിന്റെ മുമ്പേ ഫ്ലൈറ്റ് മൊത്തം കത്തിപ്പോയാലും നമ്മൾ മരിക്കൂല, നമ്മുടെ ടൈം ആയില്ലെങ്കിൽ. അതാണ്. ആ പെണ്ണ് വണ്ടി ലൈറ്റായി, അത് നമ്മൾ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. ഓള് ദ്വയർന്നിണ്ടാവുമല്ലോ, ഫ്ലൈറ്റ് മിസ്സായരുതേ, അല്ലേ, എന്നെ ആ സമയത്തിന് എത്തിക്കണേ. ആ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിച്ചു. എങ്ങനെ? ഓള് നേരം പെയ്യി. കാരണം ഓള് പ്രാർത്ഥിക്കുന്നത് അവളുടെ ജീവിത സുരക്ഷിതത്വത്തിനാണ്. അപ്പൊ ഫ്ലൈറ്റ് കയറല്ല വേണ്ടത്. അപ്പൊ ഫ്ലൈറ്റ് ലേറ്റായി. അപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെ ആയി. പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ. പക്ഷേ സങ്കടപ്പെട്ടു. ഇപ്പൊ ഒക്കെ മനസ്സിലായി എന്തിനായിട്ട്. അപ്പൊ നമ്മളെ ജീവിതത്തില് നമ്മൾ ചോദിക്കുന്ന പലതും കിട്ടാതിരിക്കുമ്പോ അൽഹംദുലില്ലാ. കാരണം എന്താണ്? നല്ലതിനാണ്. അത് കിട്ടിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനൊക്കെയുള്ള ക്ഷമ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. നമ്മൾ ചോദിച്ച അപ്പൊ തന്നെ കിട്ടണം, കിട്ടിയ അപ്പൊ തന്നെ വിചാരിച്ച അത്ര തന്നെ കിട്ടണം. അതിൽ ലേശം കുറഞ്ഞാൽ പോലും നമുക്ക് പ്രശ്നമാണ്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. സാമ്പത്തിക ഇടപാടിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. ഇനി വരുന്നത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ പറഞ്ഞാൽ തന്നെയും പറയണവനോട് ദേഷ്യം പിടിക്കുന്ന ഒരു നിയമമാണ്. പക്ഷേ അതും ജീവിതത്തിൽ പാലിക്കുന്നവർക്ക്
വലിയ സമാധാനം ഉണ്ടാകുന്ന ഒരു നിയമമാണ്. ആയത്തുദ്ദൈൻ എന്നാണ് പറയാ. അത് 1.5 പേജുള്ള ഒറ്റ ആയത്ത് തന്നെ 1.5 പേജുള്ളതാണ് അല്ലേ? നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തേക്ക് അത് നീട്ടി വെക്കാം. ഇന്നിപ്പോ അത് പാരായണം ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്. ശരി, ചോദിച്ചോളൂ മുഹമ്മദ് സാഹിബേ. ആ ആ അതെ, ആ അപ്പൊ അത് സൂക്ഷിക്ക. ആ ആ അതെ, അത് അങ്ങനെയുള്ളവര് സൂക്ഷിക്കണം. എന്നാ പറഞ്ഞത്? ആ ആ ആ ആ വാങ്ങിയിട്ട് സ്വന്തമായാലേ വിൽക്കാൻ പാടുള്ളൂ. സ്വന്തമല്ലാത്ത സാധനം വിൽക്കാൻ പാടില്ല എന്നാണ്. ഒരു മിനിറ്റ് മുഹമ്മദ് സാഹിബിന് ക്ലിയർ അല്ലേ? ആ അതെ, അതെല്ലാം ഇസ്ലാം പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണത്. അതായത് ഒരാള് ഒന്നും ചെലവില്ല, അയാള് ടോക്കൺ അഡ്വാൻസ് കൊടുക്കുകയാണ്. ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? വേറെ ആൾക്ക് വിൽക്കുകയാണ്. എനിക്ക് ഒരു സാധനം വിൽക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് വേണം. മറ്റൊരു കാര്യം തെറ്റായത്, നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് മേൽവാടക കൊടുക്കൽ. നിങ്ങൾ ഞാനിതെല്ലാം പറഞ്ഞാൽ എന്നാ പിന്നെ ക്ലാസ്സിന് വരാത്ത നല്ലതെന്ന് വിചാരിക്കരുത്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ എനിക്കുള്ളതല്ലേ പറഞ്ഞോളൂ, അതുകൊണ്ട് പറയാണ്. അതായത് ഒരാൾ അയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാടക കൊടുക്കേണ്ടത്. വേറൊന്ന് ചെയ്യട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ മൊത്തം ബിൽഡിംഗ് ഒരാൾ എടുക്കുന്നു, അത് ഓണറുമായിട്ട് തന്നെയുള്ള ധാരണയാണ്. എന്ത്? പിന്നെ അതിലുള്ള റൂമുകളൊക്കെ ഇയാള് കൊടുക്കും. അത് ലോഡ്ജ് നടത്തുന്ന പോലെയാണ്. ഒരു ബിൽഡിങ് ഞാൻ വാടകയ്ക്ക് എടുത്തു, അതിൽ ഞാൻ ലോഡ്ജ് നടത്തുകയാണെങ്കിൽ പിന്നെ ഞാൻ അതിൽ ഓരോ റൂമും വാടക കൊടുക്കും. അത് എൻ്റെ ഓണറുമായിട്ട് എന്തുണ്ട്, ഹൗസ് ഓണറുമായിട്ട് ഉള്ള അറിവിൽ ചെയ്യുന്ന കാര്യമാണ്. അത് വേറെ കാര്യം. അതല്ലാതെ ഞാനൊരു കടമുറി വാടക കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ 1000 റുപ്യ വാടക കൊടുക്കുന്നു, 1500 ഞാനത് മേൽവാടക കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം മേൽവാടക എന്ന് പറയുന്നത് പാടില്ലാത്ത എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ കള്ളത്തരം ചെയ്യേണ്ടി വരുന്നത് തെറ്റായതുകൊണ്ടാണ്. അത് ഇവിടുത്തെ നിയമത്തിലും എന്തല്ല, പാടില്ലാത്തതാണ്. അതുകൊണ്ട് വാടക എഗ്രിമെന്റിൽ എഴുതും എന്ത്, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കൈമാറാൻ പാടില്ല എന്ന്. പക്ഷെ അതിനെ തിരിച്ചിട്ട് ചെയ്യും. അപ്പൊ അതൊന്നും ഞമ്മക്ക് പാടില്ലാത്തതാണ്. ഇതൊക്കെ എന്താണെന്നറിയോ, ഇതൊന്നും സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാൻ, ഇപ്പൊ എല്ലാവരും ഇത് തട്ടിപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാൻ, റിസ്ക് എടുക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യാ, എളുപ്പ വഴികൾ നോക്കുകയാണ് ചെയ്യുന്നത്. ആ എളുപ്പ വഴിയിൽ പെട്ടത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത്. ഫിക്സഡ് ലാഭം അങ്ങനെ വാങ്ങുന്നവരാണ്. എന്നിട്ട് ഓനും പൊരുത്തുണ്ടെങ്കിലോ എന്നാണ് ചോദിക്കുക. അതായത് ദിവസം 1000 റുപ്യ എന്നോട്ടെ, ഇത്ര ലക്ഷം തരാം, കുഴപ്പമൊന്നുമില്ല, രണ്ടാൾക്കും സമ്മതം. രണ്ടാൾക്കും സമ്മതമായതുകൊണ്ട് പലിശ അല്ലാണ്ടാവില്ല. രണ്ടാൾക്കും സമ്മതമായതുകൊണ്ട് പലിശ അല്ലാണ്ടാവില്ല. അപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കണക്ക് അതിന് കഴിയണവനാ കച്ചവടം ചെയ്യേണ്ടേ ഉള്ളൂ. അല്ലാത്തവൻ കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, സദക്ക ചെയ്താൽ പോരെ. പിന്നെ ഈ മേൽവാടകന്റെ കേസിലും അധികം ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കൈവശത്തിൽ ഇരിക്കുന്ന ഒരു കടമുറി ഞാൻ ഓണർക്ക് തന്നെ തിരിച്ചു കൊടുത്താൽ അത് എൻ്റെ കയ്യിൽ നിന്നും പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വേറെ ആൾക്ക് വാടക കൊടുക്കുക. ഒരു 500 റുപ്യ ഡെയിലി എനിക്കും. പക്ഷെ അത് ശരിയല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. തിരിച്ചു പോകേണ്ടതാണെന്നുള്ള ബോധമുള്ളവർ ഇതൊക്കെ ചെയ്താൽ മതി. അല്ല ഇവിടെ തന്നെ ഒക്കെ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ പിന്നെ ഓൽക്ക് പറഞ്ഞതൊന്നും ബാധകമല്ല. ഒരു മിനിറ്റ് അങ്ങനെ കേൾക്കില്ല. എവിടെ ആയാലും തെറ്റ്, എവിടെ ചെയ്താലും തെറ്റന്നെ. പക്ഷെ മക്കത്ത് ചെയ്യുന്ന ഒരു പണി ഞാൻ ഈ പറഞ്ഞ പണിയാണ്. ബിൽഡിംഗ് ഒന്നായിട്ട് ഒരു സീസണിലേക്ക് എടുക്കും. അത് ഇവർക്കും അറിയാം ഇയാൾ ഇതെന്നാ ചെയ്യുന്നതെന്ന്.
അത് അനുവദിക്കപ്പെട്ടതാണ്. അത് ലോഡ്ജ് നടത്തുന്നത് പോലെ ലോഡ്ജ് തന്നെയാണത്, ലോഡ്ജ് തന്നെ. ഇപ്പൊ മക്കത്ത് ഇപ്പൊ നമ്മളൊക്കെ പോകുമ്പോൾ താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ ഡയറക്റ്റ് ഇയാളുമായിട്ടല്ല ബന്ധം, അത് വേറൊരു സാധനമാണ്. അങ്ങനെ ഒരു സംവിധാനം കച്ചവടത്തിലുണ്ട്, അത് മൊത്തം ചെയ്യുന്നതാണ്. പക്ഷെ എങ്ങനെ ഓണർ അറിഞ്ഞിട്ടും സമ്മതിച്ചിട്ടും, ഓണർ അതിനാ ബിൽഡിംഗ് ഉണ്ടാക്കണ തന്നെ, എന്ത് ഒന്നായിട്ട് കൊടുക്കാൻ തന്നെ ഉണ്ടാക്കുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അതനുസരിച്ച് ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്താൻ, ജീവിതം ശുദ്ധീകരിക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.